മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി നമ്മുടെ ഗംഗേട്ടനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എവിടുത്തെ ന്യായമാണ് എന്നെ മാറ്റി നിർത്തി എന്നെ ഡൈവേഴ്സ് ചെയ്ത് ജോലിക്കാരി മതി 4 മണിക്കൂറും അവളെ വിളിച്ചുകൊണ്ടിരിക്കും. ഇന്നലത്തെ ഒരു ഇലക്ട്രീഷ്യൻ വന്ന് ഫിറ്റ് ചെയ്തേക്കണാണ് ആ ബെല്ല്. അതിലിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞ പോലെ തന്നെ അപ്പം തന്നെ ബെല്ല് കേൾക്കും. ഇതേ കേട്ടോ എന്ന് പറയും. എന്നിട്ട് ആ ബെല്ല് കേൾക്കുമ്പോൾ അലീന പതുക്കനെ വന്നിക്കും. അപ്പോൾ അവരുടെ മുന്നിൽ ഇങ്ങനെ വിഷമത്തോടെ വന്ന് നിൽക്കുമ്പോൾ ഗംഗാധരൻ പറയും, ചെല്ലി ബാലൻ വിളിച്ചിട്ടല്ലേ, എന്താ അത്യാവശ്യം എന്ന് അറിയില്ല, പോയിട്ട് വരാൻ പറയും. അങ്ങനെ ഗംഗാധരൻ്റെ മുന്നിൽ കൂടെ നമ്മുടെ അലീന മുകളിലേക്ക് പോകും. 2 സെക്കൻഡിനുള്ളിൽ അലീന തിരിച്ചു വരും. കപ്പും ഗ്ലാസ്സൊക്കെ ആയിരുന്നു അവിടെ. ഒരു കപ്പും സോസറും എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവളെ വിളിച്ചത്. ഇത് അവളെ കാണാൻ വേണ്ടിയിട്ടുള്ള വേഷം കെട്ടാണ്. ഇത് ഞാൻ അനുവദിച്ച് കൊടുക്കൂല. ഇത് ഞാൻ ചോദിച്ചിരിക്കുന്നതോടൊപ്പം നീ മിണ്ടാണ്ടിരിക്കും. ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ, അയാൾ കുറച്ച് ദിവസം അയാൾ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അയാളെ ഇഷ്ടത്തിന് വിട്, അങ്ങനെ അയാൾ ഇഷ്ടത്തിനൊന്നും വിട്ടാൽ ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് ഗംഗാധരൻ്റെയും അതുപോലെ തന്നെ മാലതിയുടെയും മുന്നിൽ നിന്ന് തുള്ളാണ് വൈജയന്തി. അതിനുശേഷം വീണ്ടും ബെല്ലടി കേൾക്കും. അപ്പോൾ വീണ്ടും കണ്ട ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വൈജയന്തി മുകളിലേക്ക് കയറിപ്പോവും. ഗംഗാധരനും മാലതിയും തടഞ്ഞിട്ടും നിൽക്കില്ല, നേരെ പോകും. അവിടെ ചെല്ലുമ്പോൾ വൈജയന്തിനെ കാണുമ്പോൾ ബാലേന്ദ്രൻ തല തിരിച്ച് നിൽക്കും. വൈജയന്തി വേഗം റൂമിലേക്ക് കയറി ചെല്ലും. എന്നാ വിളിച്ചതെന്ന് ചോദിക്കും. നിന്നെ ഞാൻ വിളിച്ചില്ലല്ലോ എന്ന് പറയും. പിന്നെ എന്തിനാ നിങ്ങൾ ബെല്ല് അടിച്ചത്? അലീനെന്നെ വിളിച്ചതെന്ന് പറയും. അലീനെ എന്തിനാ വിളിക്കണേ? ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ, ഞാനല്ലേ ഈ വീട്ടിൽ, എനിക്കല്ലേ ഈ വീട്ടിൽ വില ഉള്ളത്. പിന്നെ ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഞാനല്ലേ ഇത്രയും നാൾ വെച്ചൊരുക്കി തന്നത്, ഇപ്പോഴല്ലേ അലീന വന്നതെന്നൊക്കെ ചോദിക്കും. വെച്ചൊരുക്കി തരാൻ ആരെ കൊണ്ടും പറ്റുമോടി? കാശുണ്ടെങ്കിൽ ആരെ വിളിച്ചാൽ കിട്ടും. കാശ് കൊടുക്കാണ്ട് കിട്ടുന്ന സാധനമാണ് എനിക്ക് കിട്ടാത്തതെന്ന് പറയും. സ്നേഹമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ, ഞാൻ പോകില്ല, നീ ഇവിടെ നിന്ന് പോ, എൻ്റെ മുന്നിൽ നിന്ന് പോ, നിന്നെ എനിക്ക് കാണണ്ടെന്ന് പറയും. ഈ അലീന ആരാണ് എന്ന് ചോദിക്കും. നിങ്ങളുടെ ആരാണ് അലീന ആരാണെന്നും അലീനയും നീയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും നിങ്ങൾ രണ്ടാൾക്കിടയിൽ ഞാൻ ആരാണെന്ന് എനിക്ക് അറിയാടി എന്ന് പറയും. ഞാനേ പലതും നിന്നോട് ചോദിക്കുമ്പോൾ നീ മറുപടി പറഞ്ഞാൽ മതി, ഇപ്പം നീ പറയണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അതിനുശേഷം ബാലേന്ദ്രൻ ടേബിളിൽ വന്ന് ഒരേ സാധനങ്ങളെടുത്ത് വൈജയന്തി ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വൈജയന്തി ദേഷ്യം സഹിച്ച് അവിടെ നിൽക്കണ്. ആ ഇറൊക്കെ കൊള്ളണ്. പേന, പെൻസില്, ബുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തെറിയുന്നു. അപ്പോഴത്തേനും അലീന മുകളിലേക്ക് ഓടി വരുന്നുണ്ട്. അലീന മാത്രമല്ല, മക്കളെല്ലാവരും കൂടി വരുന്നുണ്ട്. അങ്ങനെ ഇവളോട് ഇവിടുന്ന് പോകാൻ പറ, എനിക്ക് ഇവളെ കാണണ്ടെന്ന് പറയും. അങ്ങനെ വൈജയന്തിനെ ബബിത പിടിച്ച് വലിച്ച്, അമ്മനോടല്ലേ പറഞ്ഞത് അച്ഛന് സ്വസ്ഥത കൊടുക്കാൻ, ഡോക്ടർ പറഞ്ഞു, മനുവേട്ടൻ പറഞ്ഞു, ഗംഗാധരൻ ഞങ്ങൾ പറഞ്ഞു, എന്നിട്ട് എന്താ അമ്മ അനുസരിക്കാത്ത? മുറിയിൽ നിന്ന് പോകാൻ പറഞ്ഞാൽ മുറിയിൽ നിന്ന് പോകണം എന്നും പറഞ്ഞ് വൈജയന്തിനെ പിടിച്ച് വലിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് ആക്കുന്നുണ്ട്. എന്നെ വിടറി എന്ന് പറഞ്ഞ് കൈയൊക്കെ കുടയുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ബാലചന്ദ്രനെ പോയി കഴിഞ്ഞിട്ട് കൃഷ്ണമോള് സമാധാനിപ്പിച്ച്, അച്ഛാ പ്ലീസ് അച്ഛാ അനങ്ങാണ്ടിരിക്കുക, ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഈ ദേഷ്യം കൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്ത്. ആ സമയത്ത് ഇങ്ങനെ അലീന ആകെ ഷോക്കേറ്റവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയം അലീനനെ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് വിളിക്കും വൈജയന്തി. അങ്ങനെ അലീന വൈജയന്തിയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അലീനയുടെ കാരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് വൈജയന്തി. അത് കണ്ടോടുകൂടി ബാലചന്ദ്രൻ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത്. ഡി നീ അടിച്ചത് തന്നെയാണെന്ന് എനിക്കറിയാടി എന്ന് പറയും. ഇത്രയെങ്കിലും നിനക്ക് ഞാൻ തന്നില്ലെങ്കിലേ ഞാൻ വൈജയന്തി അല്ലാണ്ടാവോടി എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വൈജയന്തി താഴത്തേക്ക് ഇറങ്ങിപ്പോവും. എന്താ മുകളിൽ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കാൻ കൂടി വൈജയന്തി ഒരു മറുപടിയും ഗംഗാധരന് കൊടുക്കില്ല. നേരെ ഹാളിലേക്ക് പോകും. ആ സമയത്ത് അലീനനെ ബാലചന്ദ്രൻ മുകളിലേക്ക് വിളിച്ചിട്ട് തലയിൽ കൗളിലൊക്കെ തലോടിയിട്ട് പറയും, സാരില്ല, അച്ഛന് വേണ്ടി മോള് ക്ഷമിക്കുകയെന്ന് പറയുമ്പോൾ അലീന പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴത്തേക്ക് പോകും. അങ്ങനെ അലീന ബബീത വന്നു കഴിഞ്ഞിട്ട് ഗംഗാധരനോട് പറയും, അച്ഛൻ ദേഷ്യപ്പെട്ടതിന് അമ്മ അലീനയ്ക്ക് ഇട്ടൊന്ന് കൊടുത്തു എന്ന് പറയും. അങ്ങനെ അലീനോട് ചോദിക്കും, നിന്നെ എന്തിനാ വൈജയന്തി തല്ലിയത് എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ അലീന ഒന്നും മിണ്ടാണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു മൂലയിൽ ചെന്ന് നിൽക്കും. അതിനുശേഷം നമ്മുടെ വൈജയന്തിരത്തിക്ക് ഗംഗാധരനും മാലതിയും ചെല്ലും. നീ എന്തിനടി ആവശ്യമില്ലാണ്ട് മുകളിലേക്ക് കയറിപ്പോയത്? നിന്നോട് പറഞ്ഞതല്ലേ ബാലേന്ദ്രത്തിന് സ്വസ്ഥത കൊടുക്കില്ല ഞാൻ. എന്താ ഈ വീട്ടിൽ ഏത് മുറിയിലേക്ക്, എൻ്റെ വീട്ടിൽ ഏത് മുറിയിലേക്ക് പോകണം എന്നുള്ള എനിക്ക് ഗംഗാധരൻ്റെ അനുവാദം വേണോ എന്ന് ചോദിക്കും. എടി നിന്നോടല്ലേ ഡോക്ടർ പറഞ്ഞത് കുറച്ച് സമാധാനവും സ്വസ്ഥതയും അവന് വേണം, അയാൾക്കത് കൊടുക്കാൻ. പിന്നെ ഇത് സ്വസ്ഥതയും സമാധാനം ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും കൂടെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഇത് വേഷം കെട്ടാണ്, തൈക്കളവൻ്റെ സൂക്കേടാണ്. മക്കളെ പ്രായമുള്ള പെണ്ണിനെ കണ്ടപ്പോൾ തിളക്കമെന്ന് പറയും. നീ എന്താ പറഞ്ഞു വരുന്നത്? അലീനയും ബാലേന്ദ്രൻ തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കും. അതെ, ഇപ്പം ഇല്ല, പക്ഷേ ഉണ്ടായിക്കൂടാന്നില്ല, പക്ഷേ വൈജയന്തി അതിനെ അനുവദിക്കില്ല എന്ന് പറയും. നോക്കിക്കോ, 10 ദിവസത്തിനുള്ളിൽ അവളെ ഞാൻ ഇവിടെ നിന്ന് ചുരുട്ടി എറിയുന്നു എന്ന് പറയും.
നിർത്തടി, നിന്നോട് എത്രയോ പറയടി, നീ നിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ട് നീ പ്രവർത്തിക്കണേന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ്റെ അവിഹിതത്തിന് ഗംഗാട്ടൻ കൂട്ടു നിൽക്കണോ എന്ന് ചോദിച്ച് വൈജയന്തി ചാടി എഴുന്നേൽക്കും. അപ്പം തന്നെ വൈജയന്തിൻ്റെ കാരണം നോക്കി ഒന്ന് കൊടുക്കും. എന്നിട്ട് പറയും, നിൻ്റെ പഴയ കഥകളൊന്നും നീ എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. അപ്പം മക്കളെല്ലാവരും ഹാളിൽ വന്ന് ഇങ്ങനെ തലിച്ച് നിൽക്കണ്, അമ്മയുടെ കവളത്ത് അങ്കിൾ അടിക്കണത് കണ്ടുകൊണ്ട് നിൽക്കണ്. നിൻ്റെ ആഗ്രയിലെ ചരിത്രങ്ങളൊക്കെ നിൻ്റെ മക്കളറിഞ്ഞാൽ അവർ തന്നെ നിന്നെ പിടിച്ച് മീനച്ചിലാറ്റിൽ കൊണ്ട് ഇടൂടി എന്ന് പറയും. അങ്ങനെ വൈജയന്തി ആകെ ഷോക്കായിട്ട് നിൽക്കുന്നു. കൂടെ മക്കളും കൂടെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അതിന് ശേഷം അലീനനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പ്രൊമോണ് കാണിക്കുന്നത്. അതിൽ അലീനനെ സമാധാനിപ്പിക്കുകയാണ്, നമ്മുടെ ഗംഗേട്ടനും മാലതി എന്ത് പ്രശ്നം വന്നാലും നീ ഇവിടെ നിന്ന് പോകരുത്, ഇപ്പോൾ ഈ വീട്ടിൽ നിന്നെ നല്ല ആവശ്യമാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. വൈജയന്തിൻ്റെയും ബാലേന്ദ്രൻ്റെയും മൂത്ത മോളായിട്ട് നീ ഇവിടെ നിന്നേ പറ്റൂ എന്നും പറയുന്നുണ്ട്. പലതും അറിഞ്ഞും മനസ്സിലാക്കിയിരിക്കുന്ന അവരങ്ങനെ പറയുന്നത്. പിന്നെ ഗംഗാധരനും മാലതിയും കൂടെ മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ തോക്കെടുത്തിട്ട് ബാലചന്ദ്രൻ പ്രതികരിക്കുന്നത്, ഞാൻ സർവ്വനിയന്ത്രണം വിട്ട് നിൽക്കണം, നിങ്ങളിവിടുന്ന് പൊക്കോ, ഞാൻ എപ്പോഴാണ് എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര അയാളെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും ശ്രമിച്ചിരിക്കുന്നില്ല. അതായത് അയാൾ അടങ്ങുന്നില്ല. അങ്ങനെ ബാലേന്ദ്രൻ്റെ ദേഷ്യത്തോടെ ബാലേന്ദ്രൻ നമ്മുടെ ഗംഗാധരനെ മാലതിനെ നോക്കി നിൽക്കുന്നുണ്ട്. കൂട്ടത്തിൽ അലീനയുടെ കവളും വൈജയന്തിൻ്റെ കവളും രണ്ടുപേരുടെ കവളും ഒരേപോലെ ചോന്നിരിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.